കൊളസ്ട്രോൾ എന്നത് നമ്മുടെ ശരീരത്തിലെ മെഴുകു പോലെയുള്ള ഒരു വസ്തുവാണ്. പ്രധാനമായും ഹോർമോൺ ഉൽപാദനത്തിനും അതുപോലെ തന്നെ ദഹനത്തിനും കൊളസ്ട്രോൾ നമ്മളെ സഹായിക്കാറുണ്ട്. കൊളസ്ട്രോളിൽ പ്രധാനമായും 3 ഘടകങ്ങളാണ് ഉള്ളത്: HDL, LDL, VLDL. HDL എന്നത് നല്ല കൊളസ്ട്രോൾ ആയും നമ്മുടെ ശരീരത്തിലെ അഴുക്ക് കൊളസ്ട്രോളിനെ പുറന്തള്ളാനും സഹായിക്കുന്നു. അതുപോലെ LDL എന്നത് ചീത്ത കൊളസ്ട്രോൾ ആയും ഇത് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുകയും ഹൃദയാഘാതം പോലെയുള്ള അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇനി എപ്പോഴാണ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. 20 വയസ്സ് കഴിഞ്ഞ ഒരാളാണ് നിങ്ങളെങ്കിൽ 5 വർഷത്തിൽ ഒരിക്കലെങ്കിലും കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിരിക്കണം. കുടുംബ പാരമ്പര്യമായി കൊളസ്ട്രോളോ ബ്ലഡ് ഷുഗറോ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊളസ്ട്രോൾ തീർച്ചയായും ചെക്ക് ചെയ്തിരിക്കണം. ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ കൊളസ്ട്രോളിന്റെ അളവ് അറിയാൻ സാധിക്കും. 9 മുതൽ 12 മണിക്കൂർ വരെ ഫാസ്റ്റിംഗിൽ ഇരുന്ന് വേണം എപ്പോഴും ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ. ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോളിന്റെ അളവ് എപ്പോഴും 200-ൽ താഴെയായി ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ HDL-ന്റെ അളവ് 60-ന് മുകളിലായും LDL-ന്റെ അളവ് 130-ന് താഴെയായും VLDL-ന്റെ അളവ് 25 മുതൽ 40-ന്റെ ഇടയിലാവാനും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് 180-ന് താഴെയായും കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുന്ന സമയത്ത് 240-ന് മുകളിലാണെങ്കിൽ തീർച്ചയായും ഒരു വൈദ്യസഹായം തേടുകയും അതുപോലെ തന്നെ ആവശ്യമായ മരുന്നുകൾ എടുക്കുകയും വേണം. മിക്ക കേസുകളിലും കൊളസ്ട്രോൾ എന്നത് നമുക്ക് ലക്ഷണങ്ങൾ വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതല്ല. മിക്കവരിലും ലക്ഷണങ്ങൾ ഒന്നും തന്നെ കൊളസ്ട്രോൾ കാണിക്കാറില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത്. എന്നാൽ ചിലരിൽ കണ്ണിന്റെ 2 സൈഡിലും മഞ്ഞ നിറത്തിലുള്ള പാടുകളായും ചെസ്റ്റ് പെയിൻ ആയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ജോയിന്റ് പെയിൻ ആയും കൊളസ്ട്രോൾ കൂടുന്നത് കാണിക്കാറുണ്ട്. അടുത്തത് കൊളസ്ട്രോൾ വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. കൃത്യമായ വ്യായാമവും അതുപോലെ തന്നെ ആഹാര രീതികളും കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. രാത്രി ആഹാരത്തിന് ശേഷം പതിവായി 10 മിനിറ്റ് നടക്കാൻ ശ്രമിക്കുക. അതുപോലെ രാത്രിയുള്ള ആഹാരം 8 മണിക്ക് മുൻപായി കഴിക്കാനും ശ്രദ്ധിക്കണം. രാത്രി 8 മണിക്കൂർ തുടർച്ചയായ ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കൊളസ്ട്രോൾ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ആദ്യം തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി കാന്താരി കഴിക്കുന്നത് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. എന്നാൽ അമിതമായുള്ള കാന്താരിയുടെ ഉപയോഗം നിങ്ങൾക്ക് പൈൽസും അതുപോലെ തന്നെ അൾസറിലേക്കും നയിക്കും. അതുകൊണ്ട് കാന്താരിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. മധുരവും മൈദയും ഒഴിവാക്കുക. അതുപോലെ തന്നെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള ഓട്സ്, പയർവർഗ്ഗങ്ങൾ എന്നിവ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെയാണ് ഒമേഗ-3 ഫാറ്റി ആസിഡ് ധാരാളമായി അടങ്ങിയ മീനുകൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. പ്രായഭേദമന്യേ ചെറുപ്പക്കാർ മുതൽ പ്രായമായ ആളുകളിൽ വരെ കണ്ടുവരുന്ന ഒരു അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൊളസ്ട്രോൾ എന്നത്. ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിച്ചില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. കൃത്യമായ ആഹാര രീതിയിലൂടെയും വ്യായാമത്തിലൂടെയും കൊളസ്ട്രോൾ എന്ന അവസ്ഥ നമുക്ക് പൂർണ്ണമായി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും.